ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എങ്ങനെ മക്കൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞില്ലേ? വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ബിസി ആയിരിക്കില്ലേ വെക്കേഷൻ്റെ? ഞാൻ നിങ്ങളായിട്ട് വീഡിയോ കണ്ടിരുന്നു മാങ്ങ പറിച്ചത്. ആ മാങ്ങ പറിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാനത് പ്രിസർവ് ചെയ്ത് വെക്കാനാണ് പോകണമെന്ന്. ഞാൻ എങ്ങനെ അത് പ്രിസർവ് ചെയ്ത് വെക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു കുപ്പി വാങ്ങി, ചില്ലുകുപ്പി വാങ്ങി, അത് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കഴുകി ഉണക്കി തുടച്ച് വെച്ചിട്ടായിട്ടുള്ളത്. പിന്നെ കഴുകിയ മാങ്ങ നല്ലതുപോലെ തുടച്ച് വെള്ളമൊന്നുമില്ലാതെ അങ്ങനെ എന്താ പറയുക, അതിൻ്റെ ആ കൊമ്പ് പൊട്ടാതെ തന്നെ കഴുകിയെടുത്തു വെച്ചിട്ടു. എന്നിട്ട് അതൊക്കെ നല്ലതുപോലെ തുടച്ച് വെച്ചു. എന്നിട്ട് അത് അതിൻ്റെ തണ്ട് പൊട്ടിച്ച ചുണ ഉണ്ടല്ലോ, അതിൻ്റെ കറ അത് ഈ കുപ്പിയിലേക്ക് വീഴത്തക്ക രീതിയിൽ താഴ്ത്തി വെച്ചിട്ട് അങ്ങനെ കൊമ്പ് ഇടിച്ചിട്ട് മാങ്ങ ഇതിലിടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതൊരു ലെയർ മാങ്ങ അങ്ങനെ നിരത്തിയതിന് ശേഷം കല്ലുപ്പിട, പൊടിയുപ്പിനെക്കാട്ടും നല്ലത് കല്ലുപ്പാണ് കേട്ടോ കുറച്ചുകൂടി. അങ്ങനെ കല്ലുപ്പ് ഒരു ലെയർ ഇട്ടു. അങ്ങനെ എത്രയാണോ മാങ്ങ ഇടുന്നത് അങ്ങനെ ലെയറായിട്ട് മാങ്ങ ഇടുമ്പോൾ കുറച്ചായിട്ട് ഉപ്പിടുക. അങ്ങനെയാണ് ഇത് പ്രിസർവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് പ്രിസർവ് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഉപ്പിട്ടിട്ട് വെള്ളം തീരെ ഒഴിക്കരുത് കേട്ടോ. വെള്ളത്തിൻ്റെ കണ്ടന്റ് എവിടെ ഉണ്ടാവാൻ പാടില്ല. ഇനിയിപ്പോൾ മാങ്ങയിലാണെങ്കിലും കുപ്പിയിലാണെങ്കിലും ഒന്നും ഉണ്ടാവില്ല. മൂടിയൊക്കെയാണെങ്കിലൊക്കെ നല്ലപോലെ കഴുകി തുടയ്ക്കണം. അങ്ങനെ ഇതിൻ്റെ ചുണയൊക്കെ അങ്ങനെ മാങ്ങയെ ഈ കുപ്പിയിലേക്ക് ആക്കി പിന്നെ ഉപ്പിട്ട് അങ്ങനെ നമ്മൾ മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം എന്ന് വെച്ചാൽ എന്നും അത് കുറച്ച് ദിവസം, ഒരു 15 ദിവസമെങ്കിലും എന്നും ഒന്ന് കുലുക്കി ഒന്ന് യോജിപ്പിക്കണം. അപ്പോൾ എന്താവുക അറിയോ, എന്താണ് ആദ്യത്തെ ഉപ്പലിയും പിന്നെ മാങ്ങയിൽ നിന്ന് വെള്ളം ഇതിലേക്ക് ഇറങ്ങും. അങ്ങനെയൊക്കെയാണ് അതിൽ കിടന്നങ്ങനെ പ്രിസർവ് ചെയ്ത് നിൽക്കും കേട്ടോ. അത് ഉപ്പിടാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് കുഞ്ഞൂസ് ഇതൊരു കളത്തരത്തിനായിട്ട് വന്നതാണ്. കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഉപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് കേട്ടോ. അപ്പം ഉണ്ടോ ഉപ്പിൻ്റെ കവറ് പൊട്ടിച്ചപ്പോൾ അതിലിടുന്നതിന് മുന്നേ അടുത്ത് വയലാക്കാനാണ് ഓളെ ശ്രദ്ധ. അങ്ങനെ ഞങ്ങളിതാ ഉപ്പയിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഓരോ ലെയറാക്കി എടുത്തു കേട്ടോ. വെച്ചാൽ മാങ്ങ ഒരു ലെയർ ഇട്ടു, പിന്നെ ഉപ്പ് ഒരു ലെയർ ഇട്ടു. അങ്ങനെ എന്നിട്ട് ഇതെന്നും കുറച്ച് ദിവസം അങ്ങനെ കുലുക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും ഉപ്പ് അലിയുന്നതും ആ മാങ്ങ ഇങ്ങനെ ചുങ്ങി വന്ന് അതിലത്തെ വെള്ളം ഒക്കെ ഉപ്പായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ആ ഒരു വെള്ളത്തിലും ഉപ്പ് അരിയണ വെള്ളത്തിലും നിങ്ങൾ നിൽക്കുമ്പോഴത്തേന് എന്താവും, ഈ മാങ്ങ നല്ലതുപോലെ കേട് വരാതെ 1-2 കൊല്ലത്ത് കൂടുതൽ, എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ഇതുണ്ടാക്കിയപ്പോൾ 1-2 കൊല്ലത്ത് കൂടുതൽ തന്നെ ഈ മാങ്ങ അങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് എന്താ ചെയ്യാം, അച്ചാറുണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്താ ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം ഈ ഉപ്പ് നമ്മൾ നല്ലതുപോലെ എന്താ ഈ മാങ്ങയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഏതായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കാരണം ഇതിൻ്റെ ബാക്കി മാങ്ങ നിങ്ങളെ മുറത്തിൽ കണ്ടിട്ടുണ്ടല്ലോ, അത് ഞാൻ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു, സൂക്കിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ പിന്നാലെ വരും കേട്ടോ. എല്ലാവരും കാണണേ, മസ്റ്റ് വാച്ച്. ഓക്കെ, ബൈ, ടേക്ക്